ഹായ് ഫ്രണ്ട്സ്, ഇത് കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്ത ആരും തന്നെ ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കരുത്. എല്ലാവരും അത് കാണുക, എന്നിട്ട് ഇത് കാണുക. അല്ലാതെ ഒന്നും തന്നെ മനസ്സിലാവില്ല. അപ്പോൾ കഴിഞ്ഞതിൽ ഞാൻ കട്ടിങ്ങിൻ്റെ വിശദമായിട്ട് തന്നെ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിന് സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ ഏറ്റവും എളുപ്പം തയ്ക്കാൻ പറ്റിയൊരു ഫ്രോക്കാണിത്. അപ്പോൾ ഈ പെറ്റിക്കോട്ട് പഠിച്ച മുഴുവൻ പേർക്ക് ഇത് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മുഴുവൻ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ, അതേപോലെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻ്റ് ആക്കുക കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്രോസ് പീസ് എല്ലാം തമ്മിൽ യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ക്രോസ് പീസ് യോജിപ്പിക്കുന്നതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 3 തരം കഴുത്തടിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ആ ക്രോസ് പീസിനെ പറ്റി വിശദമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരെല്ലാവരും അതൊന്ന് കാണണേ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് ഇതിൽ, അപ്പോൾ വിശദമായി ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ ക്രോസ് പീസും തമ്മിൽ ഞാൻ ഇവിടെ തന്നെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം ഓരോന്ന് വീതം തയ്ച്ച് എന്നിട്ട് നൂല് പൊട്ടിച്ചതിന് ശേഷം മാത്രം അടുത്തത് വെച്ച് ഇതാക്കി കൊടുക്കുക. ഞാനിവിടെ എന്താ വെച്ചാൽ ഓരോന്നിൻ്റെ ബാക്കിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്നറിയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നൂല് പൊട്ടിപ്പോവില്ല. സൂചിമെന്ന് നൂലിപ്പോൾ ഇളകളി പോവില്ലേ, അങ്ങനെ പോവില്ല. രണ്ടാമത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂല് നഷ്ടപ്പെടില്ല, നമുക്ക് വൃത്തി തന്നെ കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ മൊത്തമായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നോക്കിയേ, എല്ലാം കൂടി മാല പോലെ ഉണ്ട്. എന്നിട്ട് ഓരോരോ നൂലായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കൈനയിൽ ഞാൻ പൈപ്പിംഗ് വെച്ചതെന്ന് വെച്ചാൽ 2 നേരെ മടക്കിയതിന് ശേഷമാണ് അടിച്ചു കൊടുത്തത്. ഇത് ഞാനിപ്പോൾ 4 ഇഞ്ച് മടക്കിയിട്ടാണ് കേട്ടോ അടിക്കുന്നത്. എന്താ വെച്ചാൽ ക്രോസ് പീസിൻ്റെ വീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇഞ്ച് കുറച്ചും കൂടി 1 ഇഞ്ചും കൂടിയായിട്ടേ ഉള്ളൂ. എന്താ വെച്ചാൽ 1.25 ഉണ്ടെങ്കിൽ നമുക്ക് നേരെ മടക്കിയതിന് ശേഷം നേരെ മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക. എന്നിട്ട് പൈപ്പിംഗ് വെക്കാവുന്നതാണ്. എങ്ങനെ വെച്ചാലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് അടിക്കുന്നത് നീറ്റിൽ അടിക്കണം എന്നേ ഉള്ളൂ. ഞാനിപ്പോൾ എല്ലാം മൊത്തമായിട്ട് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറുകൾ തമ്മിൽ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് 2 കളറായതുകൊണ്ട് ബാക്കും മുന്നും നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പിങ്ക് കളറാണ് ഞാനിപ്പോൾ ഫ്രണ്ട് നല്ല വശമായിട്ട് ഉപയോഗിക്കുന്നത്. നല്ല വശവും യോജിപ്പിച്ചതിന് ശേഷം ഷോൾഡർ നമുക്ക് അടിച്ചെടുക്കാം. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ടാണ് കേട്ടോ അടിക്കേണ്ടത്. നമ്മൾ 1/2 ഇഞ്ചല്ലേ മേലെ കൂടുതലായിട്ട് എടുത്ത് അങ്ങനെ വെച്ചിട്ടാണ് അടിക്കണം. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ പെറ്റിക്കോട്ടിൻ്റെ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ അത് കാണാത്തവരാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്നുള്ളതിലാണ് കേട്ടോ ഞാൻ വീണ്ടും ഇതന്നെ ആവർത്തിക്കുന്നത്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും. ഇനി നമുക്കിതിന് കഴുത്തടിച്ചു കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞതിൽ ഷോൾഡർ അറ്റാച്ച് ചെയ്യാതെയാണ് കഴുത്തടിച്ചിട്ട് കാണിച്ചത്. ഇതിപ്പോൾ കൂട്ടിയതിന് ശേഷമാണ് അടിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ക്രോസ് പീസ് കഴുത്തിൻ്റെ ഇവിടെ വെച്ചാൽ അതിൻ്റെ മുമ്പേ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ബാക്കിലെ തയ്യൽ തുമ്പില്ലേ ഷോൾഡറിൻ്റെ, അത് ബാക്ക് നെക്കിൻ്റെ ഭാഗത്തേക്ക് മടക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ക്രോസ് പീസ് ഇങ്ങനെ ഫ്രണ്ടും ചെറുങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം കഴുത്തിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഏത് വശത്ത് വെച്ചാലും പ്രശ്നമില്ല. ഞാനിപ്പോൾ ഇവിടെ വെച്ച് ഒരു 4 ഇഞ്ച് വലുപ്പത്തിൽ ഞാനിങ്ങനെ അടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ചുറ്റോടും അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കഴുത്തിൽ അടിക്കുന്നതിന് വളരെയധികം ശ്രദ്ധിക്കണേ. അടിച്ച് നമ്മുടെ ഈ ആദ്യത്തെ വെച്ചതിൻ്റെ വശത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ മടക്കിയ ഒരു പീസില്ല, അതേ അളവിൽ തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്താ വെച്ചാൽ അതിൻ്റെ മുമ്പേ ആയിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ വരുന്ന വിധത്തിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അടിക്കുന്നേരം കഴുത്ത് നല്ല നീറ്റിൽ തന്നെ കിട്ടും. അതുപോലെ ഷോൾഡറിൻ്റെ അടിപ്പും അങ്ങനെ പുറത്ത് കാണുകയും ചെയ്യില്ല. ഇങ്ങനെ അടിച്ച് കൊടുക്കുന്നേരം എന്നിട്ട് നമുക്ക് ഈ റൗണ്ടല്ലേ നെക്ക് അടിച്ചത്, അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു കട്ട് കൊടുക്കാം. ഇനി കഴുത്തടിച്ച് കൊടുക്കാം. ഞാൻ മടക്കുന്നത് നോക്കി ഇങ്ങനെ ചെറിയ രീതിയിൽ മടക്കിയിട്ട് ഇങ്ങനെ പൈപ്പിംഗ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇങ്ങനെ ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചുറ്റോടും ഒന്ന് തയ്ച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ച് വരുന്ന വശമില്ലേ അവിടെ മാത്രം നമ്മൾ സൂചി കുത്തിയതിന് ശേഷം മാത്രം അടിക്കാൻ തുടങ്ങുക. അല്ലാണ്ട് അടിക്കുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനും നൂല് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സൂചി കുത്തിയെടുത്ത് മെല്ലെ പതിയെ അടിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൈക്കും നെക്കിനും എന്താ പറയുക, ഞാനിവിടെ പൈപ്പിംഗ് തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് കൈയും നെക്കും വളരെയധികം ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ കഴുത്തെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് തെറ്റിപ്പോയാൽ തന്നെ ഒരു മലന്ന് പോയ പോലെയാവും. അന്നേരം തന്നെ ആ ഡ്രസ്സിൻ്റെ ഫുള്ള് ലുക്കേ പോകും. അപ്പോൾ കഴുത്ത് സെറ്റായിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഡ്രസ്സെല്ലാം കാണുക. നോക്കിയേ, ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യോ അടിച്ചെടുക്കാം. കയ്യോ അതേപോലെ തന്നെ പതിയെ അടിച്ചെടുക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മുഴുവൻ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. ഇതിപ്പോൾ ഞാൻ ലൈനിങ് ഒന്നും വെക്കാതെയാണ് തയ്ക്കുന്നത്. അടുത്തൊരു ഫ്രോക്കിലേക്ക് നമ്മൾ ലൈനിങ്ങും വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക്
കഴുത്തെല്ലാം അടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ ഷോൾഡർ എങ്ങനെ പുറത്ത് കാണാത്ത രീതിയിൽ എങ്ങനെ ഷോൾഡർ അടിക്കണം എന്നുള്ളതെല്ലാം അടുത്ത വീഡിയോയിൽ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണേ, എന്നാലേ അടുത്ത വീഡിയോയിലേക്ക് എടുക്കുന്നേരം നിങ്ങൾക്കതും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ 1 by 1 ആയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാ മോഡൽ ഡ്രസ്സും തയ്ക്കാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ മറ്റേത് കട്ട് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പൈപ്പിംഗ് ആയിട്ട് നമുക്കിതാ ചെറുങ്ങനെ മടക്കിയിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. മിഡിലായിട്ട് തന്നെ അടിച്ചു കൊടുക്കുക. ഞാൻ ഇത് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അടിക്കലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബോറായി മാറും. അപ്പോൾ ഡ്രസ്സിന് ആ സ്റ്റിച്ച് എടുത്ത് കാണിക്കും. അപ്പോൾ ഈ സ്റ്റിച്ച് നമ്മൾ കാണാൻ പാടില്ല. ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ അടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പതിയെ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ഫാസ്റ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ തയ്ച്ച് പിന്നെ നമ്മൾ എന്തൊരു ജോലി, ഇപ്പോൾ അടുക്കളപ്പണിയായാലും എന്തായാലും നമ്മൾ ചെയ്തല്ല അതിൻ്റെ കൂടുതലായിട്ട് നമ്മൾ അതിനോട് അടുക്കുക. അതുപോലെ തന്നെ ആദ്യം ഒരു മടിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും, പെട്ടെന്ന് തീരണം എന്നുള്ള ഇത് പാടില്ല. നല്ല ക്ഷമയാണ് വേണ്ടത്. ഇനി നമ്മൾ സൈഡിലെ ഡ്രസ്സിൻ്റെ ടോപ്പിൻ്റെ സൈഡ് ഭാഗം 1 ഇഞ്ച് അകലത്തിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. 1 ഇഞ്ചല്ല നമ്മളവിടെ തയ്യൽ തുമ്പ് വെച്ച്. അപ്പോൾ ഞാൻ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ അടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ പറ്റിയൊരു ഫ്രോക്കാണ്. പിന്നെ എൻ്റെ ഇത് സ്കേർട്ട് പോർഷനാണ്. അപ്പോൾ ഞാൻ 2 തുണിയല്ല എടുത്തത്. അപ്പോൾ 2 തുണികൾ തമ്മിൽ യോജിപ്പിച്ചെടുക്കുന്നതാണ്. നീളത്തിൻ്റെ വശത്തിലുള്ള 2 തുണികൾ തമ്മിൽ അപ്പുറം ഇപ്പുറം തയ്ച്ച് കഴിഞ്ഞാൽ ഒരു തുണിയായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തയ്ച്ചിട്ട് എടുക്കലാണ്. അപ്പോൾ ഇത് നൂല് വലിയുന്നൊരു തുണിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു സിങ്സാങ് ഇതില്ലേ, അപ്പോൾ ഈ മെഷീനിൽ സാധാ മെഷീനിൽ ഉണ്ടാവില്ല, ഇങ്ങനത്തെ മെഷീനിൽ ഇലക്ട്രോണിക് മെഷീനിൽ അധികയിലും കാണാം സിങ്സാങ്. അപ്പോൾ അതടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോക്ക് ഇട്ടതുപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നൂലങ്ങനെ വലിഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് എല്ലാ വശത്തും ഞാനിങ്ങനെ സിങ്സാങ് തോന്നുന്നത് തന്നെയല്ലേ പറയുക. അപ്പോൾ അത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആരൊന്നും കമൻ്റ് അയക്കല്ല, കറക്റ്റ് വേർഡ് കമൻ്റ് അയച്ചു തന്നേക്കട്ടോ. അപ്പോൾ ഞാനിതാ ഫുള്ളായിട്ട് അങ്ങനെ അടിച്ചെടുക്കലാണ്. അപ്പോൾ എക്സ്ട്രാ വരുന്ന നൂലെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കണം വേഗം തന്നെ. അപ്പോൾ ഇതിൽ തന്നെ നൂല് നിങ്ങൾ കാണുന്നുണ്ടാവും. ഞാൻ കട്ട് ചെയ്യാൻ പറഞ്ഞാൽ എൻ്റെ നൂല് കാണുന്നുണ്ടാവും. ഞാനെല്ലാം ലാസ്റ്റ് എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അടിച്ചു. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ പോർഷനും സ്കേർട്ട് പോർഷനും തമ്മിൽ നല്ല വശവും തമ്മിൽ യോജിപ്പിച്ച് വെച്ചതിന് ശേഷം ഒരു 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പില്ലേ, അതങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് 1/2 ഇഞ്ചിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. കറക്റ്റ് 1/2 ഇഞ്ചിൽ പ്ലീറ്റ് ഇടുന്നത്. അപ്പോൾ ഉള്ളിൽ 1/2 പിന്നെ 1/2 അങ്ങനെ 1 ഇഞ്ചോളം പ്ലീറ്റിൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ ഞാനിത് നമ്മുടെ ടോപ്പിൻ്റെ വേസ്റ്റ് റൗണ്ടിൻ്റെ 3 ഇരട്ടിയാണ് നമ്മൾ സ്കേർട്ട് പോർഷൻ എടുത്തത്. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ വെക്കാൻ കറക്റ്റ് അളവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷനും കാര്യങ്ങൾ ഇപ്പോൾ എത്രയാണ് പ്ലീറ്റ് എടുക്കേണ്ടത്, എങ്ങനെയെല്ലാം എടുക്കേണ്ടതെന്നുള്ള അളവും കാര്യങ്ങളും ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ 1/2 ഇഞ്ച് വെച്ച് ഫുൾ പ്ലീറ്റുള്ള, ഇപ്പോൾ പെറ്റിക്കോട്ടിനെല്ലാം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് എന്താ വെച്ചാൽ വേസ്റ്റ് റൗണ്ടും അതിൻ്റെ നേരെ പകുതിയല്ല എടുക്കുന്നത്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ വേസ്റ്റ് റൗണ്ടിൻ്റെ 3 ഇരട്ടിയാണ് ഞാനിപ്പോൾ എടുത്തത് സ്കേർട്ട് പോർഷന്. അപ്പോൾ നമ്മൾ ഫ്രോക്കല്ലേ, കുട്ടികൾക്ക് വിരിഞ്ഞ് നിൽക്കുന്നേരം നല്ല രസമല്ലേ കാണുക. അപ്പോൾ ഫ്രോക്കെല്ലാം തയ്ക്കുന്നേരം നമ്മൾ എത്രത്തോളം പ്ലീറ്റ് ഇടാൻ പറ്റുമോ അത്രത്തോളം പ്ലീറ്റ് ഇട്ട് കൊടുക്കണം, എന്നാൽ അതിൻ്റെ ഭംഗി. അപ്പോൾ 3 ഇരട്ടി എടുക്കുന്നേരം നമുക്ക് 1/2 ഇഞ്ച് ഫുള്ളായിട്ട് ഇടാൻ തന്നെ പറ്റും. 1/2 ഇഞ്ചോളം ഫുൾ പ്ലീറ്റ് ഇട്ടിട്ടാണ് ഞാനിപ്പോൾ അടിച്ചെടുക്കുന്നത്. ഇത് നോക്കിയേ, കറക്റ്റ് തുണിയല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 3 ഇരട്ടി എടുത്തിട്ട്, ഞാൻ ഇപ്പോൾ തൽക്കാലം ഈസി ആയിട്ടുള്ളൊരു വഴി പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളെല്ലാം വേറെ ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായി തന്നെ പറഞ്ഞുതരാം. ഇനി ഇവിടെ ഇതിങ്ങനെ തന്നെ ലോക്കിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഈ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമ്മുടെ ഫ്രോക്ക് റെഡിയായി കേട്ടോ. പിന്നെ 2 സൈഡും കൂടിയല്ലേ തയ്ച്ചെടുക്കണ്ടുള്ളൂ. ആ സൈഡും കൂടി തയ്ച്ച് കഴിഞ്ഞാൽ ഫ്രോക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു അരമണിക്കൂർ പോലും വേണ്ട വരില്ല. നമ്മൾ മെഷീനിൽ ഇരിക്കാമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ലൊരു ഫ്രോക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞ് നോക്കിയേ, പ്ലീറ്റ് ഇട്ട് നല്ല ഭംഗിയിലാണ്. ബ്ലാക്ക് അടിയിലും മേലയിൽ പിങ്കും വരുന്ന രസമുണ്ട്. എന്നറിയ ഭംഗിയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ആക്കണേ. പിന്നെ നിങ്ങളെല്ലാം തയ്ച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് തയ്ച്ച് നോക്കിയവരെല്ലാം ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ നിങ്ങൾക്കിത് ശരിയായിനോ ഇല്ലയോ എന്നുള്ളതെല്ലാം. ഇനി 1 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഈ സൈഡും കൂടി നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ അതും കൂടി അടിച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഫ്രോക്ക് ഇവിടെ ഏകദേശം ഫുള്ളായി ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ താവിൽ നമ്മൾ മടക്കി അടിക്കലും കൂടിയേ ഇതിൽ ബാക്കിയുള്ളൂ. ഇനി നമുക്കൊരു ബോ ചെയ്യാനില്ലേ, അത് നമുക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇസ്തിരി ഇട്ട് വെച്ച് ക്യാൻവാസ് ഇസ്തിരി വരെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനാൽ സ്റ്റിച്ച് ചെയ്യലും കൂടിയേ ബാക്കിയുള്ളൂ, അത് ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, ഇതും അങ്ങനെ തന്നെ ഞാൻ സൈഡിൽ സിങ്സാങ് മെഷീൻ എന്നറിയാൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ എല്ലാവരും ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ഒന്ന് കമൻ്റ് ആക്കണേ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. എന്താ വെച്ചാൽ ഞാൻ വിചാരിക്കും ഞാനിങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞു പോകുന്നത് കൊണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത് ആവർത്തിച്ച് പറയുന്നത്. ഇനി അടിവശം നമുക്കിതാ 1/2 ഇഞ്ച് ആദ്യം മടക്കി എന്നിട്ട് വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ 1 ഇഞ്ചല്ലേ എക്സ്ട്രാ തയ്യൽ തുമ്പായിട്ട് നമ്മൾ ഇട്ടത്. അങ്ങനെ 1 ഇഞ്ച് അവിടെ എന്നറിയാൻ ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം ചുറ്റോട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഞാൻ അടുത്ത ബോ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ബോ സ്റ്റിച്ച് ചെയ്യാൻ ഈ ഒരു ക്യാൻവാസില്ല, അതിൻ്റെ ഡബിൾ വലിപ്പമുള്ള തുണി എടുക്കുക. ഡബിൾ എന്ന് വെച്ചാൽ നോക്കിയാൽ മടക്കിയാൽ 2 ലെയറാണ് അടിയിൽ തുണി വരുന്നത്. ഈ നടുവിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ അടിച്ചെടുക്കുന്നത്. നടുവിൽ ആദ്യം ലോക്ക് ഇട്ടതിന് ശേഷം മാത്രം അടിച്ചെടുക്കുക. എന്നുവെച്ചാൽ നമുക്ക് തിരിച്ചിടേണ്ടതല്ലേ. അപ്പോൾ ലോക്ക് ഇടാണ്ട് നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ തിരിച്ചിടുന്നേരം ആ സ്റ്റിച്ച് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കോർണറിന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തുണി നേരെ സൂചി കുത്തി വെച്ചിട്ട് തുണി തിരിച്ചിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നോക്കിയേ, നേരെ സൂചി കോർണറിൻ്റെ കറക്റ്റ് കുത്തി വെക്കുക. ഇത് ക്യാൻവാസിന് തട്ടാതെ ഇപ്പുറത്തെ തുണിയിലായിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. അങ്ങനെ നമ്മൾ 3 വശം അടിച്ച് ഇനി 4ാമത്തെ വശം അടിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ആ വശത്ത് നിന്ന് തുടങ്ങി കുറച്ച് മാത്രം അടിച്ചു കൊടുക്കുക. പിന്നെ പകുതി വരെ അടിക്കേണ്ട. 3 വശം അടിച്ചിട്ട് 4ാമത്തെ വശം പകുതി വരെയാണ് കേട്ടോ അടിച്ചെടുക്കേണ്ടത്. അധികം എടുക്കാൻ പാടില്ല. എന്താ വെച്ചാൽ നമുക്ക് അവിടെ ഒരു ഓപ്പൺ ആവശ്യമാണ്. എന്നുവെച്ചാൽ നമുക്ക് ഈ ക്യാൻവാസ് ഇട്ട് കൊടുക്കണ്ടേ ഈ തുണീനെ. ഈ കോർണറിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കറക്റ്റ് കോണ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു കട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് ഈ തുണിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് കുറച്ച് ക്യാൻവാസ് കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് കുറച്ചൊരു പണിയുണ്ട്. പിന്നെ നല്ല ഷാർപ്പായിട്ടുള്ളൊന്ന് പെൻസിലോ അല്ലെങ്കിൽ റീഫില്ലറില്ല നമ്മളെ പെന്നിൻ്റെ അത് വെച്ചിട്ടോ ഈ കോണില്ല ഓരോരോ കോണ് നമുക്ക് എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തി കൊടുക്കുക. അല്ലെങ്കിൽ കോണ് മടങ്ങിയ പോലെ ഉണ്ടാവും. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ചെറിയൊരു പോവാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഓപ്പണായ ഭാഗം ആ തുണിയെല്ലാം തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ജസ്റ്റ് പുറമേ കാണാത്ത രീതിയിൽ തറ്റ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സാരിക്കെല്ലാം നമ്മൾ ഇതെടുക്കൂല, ചുരുക്കെടുക്കൂല, പ്ലീറ്റ് എടുക്കൂല, അതുപോലെ അട്ടിയായിട്ട് നമുക്കിങ്ങനെ പ്ലീറ്റ് എടുത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നോക്കിയേ ഞാൻ എടുക്കുന്ന രീതി, ആ ഒരു രീതിയിൽ നമുക്ക് ഇതിനും ഇങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് ഇസ്തിരിപ്പെട്ടി എടുത്തിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇസ്തിരിപ്പെട്ടി ചൂടാക്കി ഇതിൻ്റെ മേലിൽ വെക്കുക. പക്ഷെ പെട്ടെന്ന് ഒട്ടിപ്പോകുന്ന തുണിയെല്ലാണെങ്കിൽ നമ്മൾ വെക്കുന്നേരം ഒരു കടലാസാറ്റം വെച്ചിട്ട് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ പറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ വെച്ച് കൊടുക്കുക. അന്നേരം നമ്മൾ ഈ മടക്ക് അവിടെ തന്നെ ഉണ്ടാവും. നമ്മുടെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. അതേപോലെ ബോൻ്റെതും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിന് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പിങ്ങിൻ്റെ നമ്മൾ ഫുള്ളായിട്ട് അടിച്ചിട്ടില്ല. അതിൻ്റെ ചെറിയൊരു പീസ് മാത്രമേ ഈ തുണിയിൽ ബാക്കിയുള്ളൂ. അപ്പോൾ ആ ഒരു പീസ് നമുക്കിതാ ഒരു പൈപ്പിങ് വേറൊരു രീതിയിൽ ഞാൻ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്ന രീതിയിൽ അടിക്കുന്ന നോക്കുക. ആദ്യം ഇങ്ങനെ ലോക്കാക്കി എടുക്കുക. എന്നിട്ട് നേരെ താഴോട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് ചെറിയ പീസാണ് കേട്ടോ ഉള്ള തുണി. അപ്പോൾ ഈ ചെറിയ പീസും അതേപോലെ വീതിയും കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം റീഫില്ലർ കൊണ്ട് അത്ര നീളയില്ലല്ലോ, വേഗം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ബോൻ്റെ നടുക്കിങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് നമുക്ക് സൂചി എടുത്തിട്ട് തുന്നിക്കൊടുക്കാം കേട്ടോ. നേർക്ക് ഇങ്ങനെ ചില സമയത്ത് മെഷീനിൽ ഇത് നിൽക്കില്ല, കുറച്ച് തടിയുള്ളതല്ലേ, അങ്ങനെ നിൽക്കുക. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോള് വന്നിട്ട് ഓരോന്ന് ഓളെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അത് ഇവിടെ വെക്കണം എന്നെല്ലാം പറഞ്ഞിട്ട്. ബോ ഫ്രോക്കിൻ്റെ എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെച്ച് ഒരു ഗ്ലൂ ഗൺ എടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് സൂചി നൂലെടുത്ത് ജസ്റ്റ് തുന്നിക്കൊടുക്കുകയും കൂടിയും ചെയ്യണേ. പിന്നെ ഇനി നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.